ഹായ് എല്ലാവർക്കും 12 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ അഹമ്മദാബാദിലാണല്ലോ. അഹമ്മദാബാദിലുള്ളപ്പോൾ നമ്മൾ ഒരിടത്ത് മാത്രം പോകാതെ ഒരിക്കലും പോകരുത്. എവിടെയാ? യെസ്, സബർമതി ആശ്രമത്തിൽ. നമ്മുടെ സബർമതി നദീതീരത്ത് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ ഒരിക്കലും പോകാതെ അഹമ്മദാബാദ് വിട്ടു പോകരുത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് ഇനിയും 11 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴി പെട്രോൾ അടിച്ചിട്ട് പോവാം. 94.75 95 ഒരു ലിറ്ററിന്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലാണ് കൂടുതൽ. അങ്ങനെ നമ്മൾ സബർമതി ആശ്രമത്തിലെത്തി. മാപ്പ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. എന്താ പോലെ? ആഹാ, മറ്റേ 3 കുരങ്ങന്മാര്. അകത്തോട്ട് പോവാ. ഇവിടുന്ന് ഇങ്ങോട്ട് മ്യൂസിയം, ലെഫ്റ്റിലോട്ട്. ഇവിടുത്തെ ടിക്കറ്റൊക്കെ വേണ്ടേ? ടിക്കറ്റില്ല, ഫ്രീ. മോഹൻ ടു മഹാത്മാ. ആ ജേണീൻ്റെ ഒരു ചെറിയ മാപ്പ് പോലെ. താഴേന്ന് മഹാത്മാവാകുന്നൊരു അൺടച്ചബിലിറ്റീസ് അവിടുത്തെ മന്ദിരത്ത് അലൗഡ് അല്ലായിരുന്നു. ഓക്കെ, മാപ്പിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. വേണ്ട, മാർക്കിംഗ് ഉണ്ട് മാപ്പിനകത്ത്. വൈക്കത്ത് നടന്നതിന് മാർക്കിംഗ് ഉണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? നാഷണൽ മൂവ്മെന്റ്. ഇത് സോൾട്ട് സത്യാഗ്രഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ദണ്ഡി മാർച്ചിനെ കുറിച്ചുള്ള ഇതും ദണ്ഡി മാർച്ച് അന്നത്തെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ. ദണ്ഡി മാർച്ചിന്റെ മാപ്പാണെന്ന് തോന്നുന്നല്ലേ. മാർച്ചിന്റെ റൂട്ട് എവിടെ തൊട്ട് എവിടെ വരെ. സാബർമതി ആശ്രമം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. സാബർമതി ആശ്രമം
അലഹാബാദ്, അസ്ലാംബി, ബാരേജ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ദാണ്ടി അവിടെ വരെ മാർച്ച് റൂട്ടാണിത്. വിഷ്വൽ റിപ്രസെൻറ്റേഷൻ ആണ് ഇത്. ദാണ്ടി മാർച്ചുണ്ട്. ദാണ്ടി മാർച്ചിനെ കുറിച്ച് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, എന്തിനാണ് ഈ സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നൊക്കെ. മൈൽ സ്റ്റോൺ എന്തിനാണ് നമ്മുടെ ബ്രിട്ടീഷ് കോളനീസിൽ ദാണ്ടി മാർച്ച് എന്തിനാ ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇതെല്ലാം വിശദീകരണം. സാബർമതി ആശ്രമിൻ്റെ ടൈം ലൈൻ എന്നാണ് ഫോം ആയ, അത് കഴിഞ്ഞിട്ട് ആശ്രമത്തിൽ നടന്നത് എന്നുള്ള ഫുൾ ഇതിൻ്റെ ടൈം ലൈൻ ചാർട്ട്, എപ്പോഴൊക്കെ ദാണ്ടി മാർച്ച് നടന്നത്, ഈ ഒരു ആശ്രമത്തിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് അതിൻ്റെ ടൈം ഗാന്ധിജിയുടെ 11 വൗസ്. ആൾക്കാരുടെ വന്ന് ഓക്കെ. ആശ്രമത്തിൽ വന്ന് ഇവിടെ പെയിന്റിങ് അല്ലേ അകത്തോട്ട്, പെയിന്റിങ് എക്സിബിഷൻ. ഗാന്ധിജിൻ്റെ ലൈഫാണ് ഗാന്ധിജിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ലൈഫ് സ്റ്റോറി എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഫോട്ടോഗ്രാഫ്സ്. ഗാന്ധിജി ജനിച്ച സ്ഥലം, തുടങ്ങിയത് ഗാന്ധിജിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. പഠിക്കാൻ പോയ സർട്ടിഫിക്കറ്റ്സും ആ സമയത്തുണ്ടായിരുന്ന ഫോട്ടോ, ഇതൊക്കെ. മകൻ നിവാസ്.
കുറച്ച് ഓരോ ചക്രാസിന് ചക്രമല്ല, ഓരോ മെഷീൻസ് ഉണ്ട് ഇവിടെ. അതാണ്ട് ഓരോരുത്തർ തയ്ച്ചു. അത് ക്ലോത്തിലാണ് അവർ പ്രിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത്. ക്ലോത്തിൽ അത് പ്രിൻ്റ് അടിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി, പക്ഷെ പൊടി പിടിച്ച് ഇതായിട്ടിരിക്കും. സബർമതി റിവർ ഫ്രണ്ട്. സബർമതി ആശ്രമം ഉണ്ടാക്കിയിരിക്കുന്നത് സബർമതി നദീൻ്റെ അടുത്താണ്. ഇതാണ് സബർമതി ആശ്രമത്തിൻ്റെ അടുത്തുള്ള സബർമതി റിവർ ഫ്രണ്ട്. ഇവിടെ എന്ത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓപ്പൺ ആയത് പെട്ടെന്ന്. അങ്ങനെ നമ്മൾ ഗാന്ധിജീൻ്റെ വീടല്ലേ, ഗാന്ധിജീൻ്റെ വീടല്ലേ, റെസിഡൻസ്, ബാ ആൻഡ് ബാപ്പു റെസിഡൻസ്. ഇതാണോ പ്രയർ ലാൻഡ്? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഷൂ ഊരിയിട്ട് വേണം കയറാൻ കേട്ടോ. നമ്മളങ്ങനെ, ഇത് വീടല്ലേ? എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. ലീഡ് പെന്നോ അല്ല, റീഡ് പെൻ, റീഡ് പെൻ, പേപ്പർ കട്ടർ, കോക്കനട്ട് ചോപ്പർ, കിച്ചണിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ, വുഡൻ, ചെരുപ്പ്, കണ്ണാടി, പ്ലേറ്റ്. യാ. ഓ, വെജിറ്റബിൾസിന് ടംബ്ലർ, വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും സെപ്പറേറ്റ് പാത്രമായിരുന്നു. ചൈന ക്ലേ ബൗൾ. ഇതാണെന്ന് തോന്നുന്നു ഫ്രണ്ട്. നമ്മൾ ബാക്കിൽ കൂടെയാ എൻട്രൻസ് അവർ വെച്ചേക്കുന്നത്. ഗാന്ധിജി മോഹനിൽ നിന്ന് മഹാത്മാവായ ഒരു ടൈം ലൈൻ ഉണ്ട്. ആ സമയത്ത് നടന്ന ചെയ്ത കാര്യങ്ങളും അതേപോലെ എൻ്റെ ഏജും, ഏത് ഏജിലാണ്, ഏത് വർഷം, ഏത് ഏജ്, അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ ഗസ്റ്റ് റൂം. പണ്ടത്തെ സ്വിച്ച് കണ്ടു. ഓ, വർക്കിംഗ് അത്. നേട്ടെ, ഇപ്പോഴത്തെ ലൈറ്റും അപ്പോഴത്തെ സ്വിച്ചും. പവർ പ്ലഗ് പോയിന്റ് പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഒരു ബാക്ക് യാർഡിലോട്ടല്ലേ ഇറങ്ങുന്നത്. കിച്ചൺ സൈഡിൽ അവർ ലോക്ക് ചെയ്തിട്ടേക്കാന്ന് തോന്നുന്നില്ല, അങ്ങോട്ടാന്ന് തോന്നുന്നത്. ഗാന്ധിജിന്റെ റൂം ലോക്ക് ചെയ്തിട്ടേക്കുക.
ഇവിടെ ഒരു വീട് പോലൊരു സംഭവം ഉണ്ട്. ഇതെന്തോ? ഇത് വിനോബ കുത്തീർ മീറ കുത്തീർ എന്ന് വെച്ചാൽ ഇത് ഒരു ഹട്ടാണ്. പക്ഷെ ഈ ഒരു ഹട്ടിൽ രണ്ടുപേര് താമസിച്ചെന്ന് വെച്ചാൽ വിനോബ ഭാവെ എന്ന് പറയുന്ന ആള് താമസിച്ച മുറിയും മീറ കുത്തീർ എന്ന ആള് താമസിച്ച മുറിയാണിത്. അതിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. എവിടാണ് താമസിച്ചിരുന്നത്, ഇവിടെ ആരാ താമസിച്ചത് അത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റൊരു ഇതാ. ഇവിടെ എന്തോ ഉണ്ട്. സ്റ്റവ്. അപ്പൊ തീ കത്തിച്ചത് എവിടെയാണ്? തോന്നുന്നു ഇവിടെ ആയിരിക്കും കത്തിച്ചത്. പ്ലേറ്റ് പോലെയല്ലേ ഡിസൈൻ വെച്ചിരിക്കുന്നത്? ഇത് ഇവിടെ ഒന്ന് നോക്കുമ്പോ ഇത് കണ്ടോ, ഞാൻ കാണിച്ചത്. ഇവിടെ നോക്കുമ്പോ ആ ബ്രിഡ്ജ് തന്നെ, നെഹ്റു ബ്രിഡ്ജ് ആണോ അത്? അല്ല, ഇവിടെ നോക്കുമ്പോ ഇത് കണ്ടോ, ഞാൻ കാണിച്ചതേ. അതേത് ബ്രിഡ്ജാ? അതും അറിഞ്ഞൂടാ. രണ്ടിന്റെ ഏതോ അറിയാത്ത രണ്ട് ബ്രിഡ്ജിന്റെ നടുക്കാണ് നമ്മള്. ഇതല്ലേ മറ്റേ റിവർ ഫ്രണ്ട്? ഓ, ഇന്നലെ നമ്മൾ വന്ന സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മള് ഇവിടെ നോക്കുമ്പോ ഉള്ള കാഴ്ച കണ്ടോ, ലൈറ്റ് എല്ലാം കത്തിച്ച്. ബുക്ക് ഷോപ്പ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ബുക്കുകളാണ് ഇവിടെ മൊത്തം. വെറുതെ അകത്ത് എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യണ്ട. ബുക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ബുക്ക് ഷോപ്പിൽ നിന്ന് ബുക്ക് മേടിച്ചില്ല, ബട്ട് കീ ചെയിൻ മേടിച്ചു. ഗാന്ധിജി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതും ഇതും, പിന്നെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നുള്ള എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ രണ്ടെണ്ണം എടുത്തു. 6 മണിയായി. അത് സെർച്ച് ഡോഗാണോ? അത് ഇവിടുത്തെ പട്ടിയല്ലേ? അല്ലാതെ കൊണ്ടുവന്നോ? ഞാൻ സെർച്ച് ഡോഗാണോ? 6 മണിയായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാവരും ഇറങ്ങാൻ. അതിൻ്റെ കൂടെ ഒരു പട്ടീൻ്റെയും കൂടെ പട്ടീനെ കൊണ്ട് ആൾക്കാർ വരുന്നു. ഞാൻ വെച്ചു സെർച്ച് ഡോഗ് ആയിരിക്കും. 6 മണിയായി. അങ്ങനെ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. അവിടെ ഉണ്ടൊരു ഗാന്ധിജിൻ്റെ സ്റ്റാച്ചു. നമ്മൾ ഇറങ്ങി. ഇപ്പം എങ്ങോട്ടാടാ പോന്നെ? കഴിക്കാൻ പോവാണോ? നല്ല ക്ലൈമറ്റ് അല്ലേ? ചൂടുമില്ല തണുപ്പുമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാനെത്തി. ഇവിടെ ഇതുണ്ട്. ഇത് അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയും HL കോളേജും. അതിൻ്റെ നടുക്ക് ഇവിടെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അഫ്കോഴ്സ് നമ്മുടെ കോളേജിൻ്റെ അടുത്തൊക്കെ ഫുഡ് സ്റ്റോൾസ് ഉണ്ടാവുമല്ലോ. ഇവിടെ നിന്ന് മാഗി ബജ്ജിയും പിന്നെന്താടി മേടിച്ച ഫ്രാങ്കിയോ? പനീർ ഫ്രാങ്കറി. ഇത് സാധാ ബജ്ജി അല്ല, മാഗി ബജ്ജി. ഞാൻ ആദ്യമായിട്ടൊക്കെ മാഗിയൊക്കെ വെച്ച് പഞ്ചിയാക്കി. ഇനിയും മറ്റേ ഐസ്ക്രീം എടുത്ത് ഐസ്ക്രീം ബജ്ജി ഉണ്ടാക്കിയ പോലെ ഇത് ബജ്ജിയാക്കി. കാണാറുണ്ടെന്ന്. മാഗി ഉണ്ടാക്കിയിട്ട് അത് ഫ്രൈ ആക്കിയതാ. മാഗി ഉണ്ടാക്കി ഫ്രൈ ആക്കിയ സാധനമാണ്. ഇനി ഫ്രാങ്കി വരട്ടോ. കുറച്ചുള്ളൂ. കണ്ടോ എത്ര വന്നോ? 4 എണ്ണോ 3 എണ്ണോ അല്ല 5 എണ്ണോ 7 എണ്ണോ ഒന്ന്. അങ്ങനെ പനീർ ഫ്രാങ്കറി. പനീർ ഫ്രാങ്കിയും കിട്ടി. തുറന്നത് വായിക്കാത്ത ചില വേർഡ്സ് ഒന്നും വരുന്നില്ല. ക്ലക്കളാന്നൊക്കെ പോകുന്നത്.
വരുന്നത്. കുറേ ഉണ്ട്. ഇന്ന് എത്ര രൂപ? 110 110 ആണോ? പനീർ പെരി പെരി മേടിച്ചു. ഇത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് വെറുതാണ്. ഓ സാധാ കേട്ടോ, പെരി പെരി അല്ല. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടല്ലോ. ഇവിടെ നിന്ന് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നടന്ന് പോവുകയാണ്. നടന്നല്ല നടന്ന് വണ്ടീൻ്റെ അടുത്തോട്ട് പോയിട്ട് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോകും. നീ ക്യാമറ പിടിക്കണേ, ഞാൻ പ്രോ റൈഡറായി ഇവിടുത്തെ. യാ നമ്മളൊക്കെ ബാംഗ്ലൂരിൽ ഓടിച്ചു, പക്ഷെ ബാംഗ്ലൂർ ഇതിനെക്കാട്ടും നല്ലത്. അവിടെ ആകെ ട്രാഫിക്കിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പ്രോ റൈഡറാണ്, പ്രോ റൈഡർ. ചേട്ടാ ഫ്രണ്ടിലോട്ട് വണ്ടി എടുക്കുക, ബാക്കോട്ട് എടുക്കാതെ. നീ വണ്ടി ക്യാമറ പിടി. നമ്മൾ ഇവിടെ ഷേക്ക് മേക്കർ എന്ന് പറഞ്ഞ കടയിൽ ഷേക്ക് കുടിക്കാൻ വന്നിരിക്കുക. ഇവിടെ ഷാർജ ഷേക്ക്, അബുദാബി ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക് എല്ലാം കിട്ടും എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ അറപ്പാണ് കേട്ടോ. എങ്ങനെയാണെന്ന് മനസ്സിലായെന്നല്ലേ? 2 ലെയറും ഉണ്ട്. ഫ്ലോറെല്ലാം വുഡനാണ്, സൈലൻ്റ് ആണ്. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ അറപ്പാണ്. ടവറിന് കൊണ്ടേക്ക് സ്പൂൺ കുത്തി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. 4 ഫ്ലേവേഴ്സ് കേട്ടോ. അഭിപ്രായം പറയാം. എനിവേ കത്തിയാ, അതുകൊണ്ട് നല്ലതാണേ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ സ്മോൾ സൈസാണ്. അപ്പോൾ ഒരു 200 ആണ് ഇതെല്ലാം. ഇതെല്ലാം കൂടെ എങ്ങനെ 200 500? ഒരെണ്ണത്തിൻ്റെ അണ്ടറാണ്. ഓക്കെ, അപ്പം നമ്മളിത് പെട്ടെന്ന് കഴിക്കണം, എന്നിട്ട് എവിടെയെങ്കിലൊക്കെ വായി നോക്കാൻ പോകണം. നമ്മൾ ഇറങ്ങി പോവാണേ. സ്റ്റിക്കില്ല. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ സ്റ്റിക്കില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? യെസ്, നമ്മൾ വണ്ടി ഓടിക്കാൻ പോവാണ്. നമ്മുടെ POV ഷോട്ട്. കയ്യിൽ സ്റ്റിക്കില്ലെങ്കിൽ നമ്മൾ POV ഷോട്ട് എടുക്കും. വണ്ടി എവിടെയാ? ഇപ്പുറത്തല്ലേ വെച്ചത്, ഇവിടെ അല്ലേ? വണ്ടി റെഡി. എൻ്റെ ചെസ്റ്റ് മൗണ്ടിൽ റെഡിയാക്കിയത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുക. അതാകുമ്പോൾ കാണത്തില്ല ആൾക്കാർ. ഞാൻ സെറ്റ് ചെയ്യട്ടെ. യെസ്, നമ്മളങ്ങനെ വണ്ടി എടുത്തു. കുറേ നാൾ കഴിഞ്ഞിട്ട് POV ഷോട്ട്സ് ഇങ്ങനെ ഇടുമ്പോൾ ഇന്നലെ നമ്മൾ പോയപ്പോഴും POV എടുത്തായിരുന്നു അല്ലേ, വീട്ടിൽ നിന്ന്. ഇന്നലെ ഇറങ്ങിയപ്പോഴും POV എടുത്തായിരുന്നു. നോക്കത്തൊന്നുമില്ല ബാക്കിൽ നിന്ന് വരുന്നത്. ഇവിടെ പിന്നെ അങ്ങനത്തെ കാര്യമുണ്ട്, ആർക്കും അത് നോക്കത്തില്ല. കാരണം ഈ സിഗ്നൽ എല്ലാം ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. ഒന്ന് അതുകൊണ്ട് ഗുണമുണ്ട്, ട്രാഫിക് കുറയും. 2 ഇവർ അന്തം കുന്തം ഇല്ലാതെയൊക്കെയാണ് വണ്ടി എടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിൽ തീരം തേരും തിരയുടെ പാട്ടിൻ ഈ അന്ന് നമ്മൾ കയറിയ ബ്രിഡ്ജ് ഒന്നുകൂടെ കയറുമോ? ആഹാ, നമ്മൾ റെയിൽവേ ക്രോസിങ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് ക്രോസ് ചെയ്താട്ടോ അപ്പുറത്ത് പോകണം. എന്താണ് ചേട്ടാ ചെയ്യുന്നത്? ഓക്കെ, അതുകൊണ്ട് വേറൊരു ചേട്ടൻ. ഈ സീബ്ര ക്രോസിങ് സീബ്ര അല്ല, റെയിൽവേ അടയ്ക്കത്തില്ലേ എടി? അപ്പം എപ്പോഴും പോകത്തില്ലേ ഈ വഴി? ഓക്കെ, ഈ പത്തൻ ഹോട്ടൽ അല്ലേ? പത്തൻ ഹോട്ടൽ, നെഹ്റു ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള പത്തൻ ഹോട്ടൽ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് ഒരാഴ്ചക്ക് ബിരിയാണി കഴിക്കേണ്ടതാണ്, ഒരു ദിവസം ഇവിടെ കൊടുക്കേണ്ടത്.
അങ്ങനെ നമ്മൾ നെഹ്റു ബ്രിഡ്ജിൽ കയറി. ആ ആ നന്നായി. അഹമ്മദാബാദ് ഏകദേശം കത്തിയാ, ഉള്ളിലോട്ട് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. നഷ്ടമാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് റെസ്റ്റോറന്റോ, ഒരു പാലസ് പോലെ കെട്ടി വെച്ചേക്കുന്നത്. കൊള്ളാലോ. ഏതാ ഇപ്പൊ സൈഡിലിരിക്കുന്നോ? ആഹാ ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഈ മോസ്ക്. ആ ഓക്കെ ഓക്കെ. അവിടെ പ്രയറൊക്കെ ഉണ്ടല്ലോ. ആ പണ്ടത്തെ ഇത് കളഞ്ഞിട്ടില്ല അവര്. വേണ്ട. ആ റത്തൻ പോൾ. ഇതെന്താ മാർക്കറ്റ് ഏരിയ അല്ലേ? ആ ഇത് നമ്മൾ വന്ന വഴിയല്ലേ? അല്ല നമ്മൾ അങ്ങോട്ട് പോയത് ഈ വഴിയല്ലേ? അല്ല 8 കാണും. ലീവ് എടുത്തിരിക്കുക. ദീപാവലിന്റെ അതിന് അവർക്ക് വരുമാനം കിട്ടി കാണും. അപ്പൊ പിന്നെ ലീവ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആ അതാണ്ട് അടച്ചോണ്ടിരിക്കുക നന്നായിട്ട്. ആഹാ ഈ മാർക്കറ്റിൽ ഒരു മെയ്സ് പോലെ പണിത് വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കണക്ഷനുള്ള മാർക്കറ്റ്. മനസ്സിലാകത്തില്ല. ആ ഒന്ന് ഇതല്ലേ ഇതിന്റെ എൻട്രൻസ്. എൻട്രൻസ് കാണാൻ ചെറുതും അകത്തൊരു വലിയ മെയ്സ് പോലെ. ആ ഓ ഇതെല്ലാം ഭിത്തി വെച്ച ഇതായിരുന്നു. ഭിത്തി പിന്നെ പൊട്ടിച്ചതാ. ആ പണ്ടത്തെ ഒരു ഗേറ്റാ. ആ കണ്ട അവിടെ മൊത്തം മതിലാ. മതില് പിന്നെ അവര് പൊട്ടിച്ച് കളഞ്ഞേക്കുക. ആ അതാ ഒരു കൊട്ടാരം, ഒരു എന്താ ഒരു അതിനെന്താ പറയാ, ഒരു രാജാവിന്റെ ഒരു സർക്കിള് പോലെ. ആ ഇനി വീട്ടിലെത്താൻ അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ പൊന്നേട്ടാ റോഡിൽ നിന്ന് മാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ. അയ്യോ ഓക്കെ ഓക്കെ ബൈ.